ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ വിമർശിച്ചത് പാർട്ടി നേതൃത്വമല്ലെന്ന് CPM നേതാവ് PK ശശി. പാർട്ടിയെ മറയാക്കി അവിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് താൻ ഉദ്ദേശിച്ചത്. താനിപ്പോഴും ഈ പാർട്ടിയിലുണ്ടെന്നും പാർട്ടി ഏൽപ്പിച്ച ചുമതല വഹിക്കുന്ന ആളുമാണെന്ന് PK ശശി 24 അവകാശപ്പെട്ടു. ഞാൻ CPM നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ്. പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ വിമർശിക്കേണ്ടത് പാർട്ടി ഘടകത്തിനകത്താണ്, പാർട്ടിക്കകത്താണ് എന്ന നല്ല സംഘടനാ ധാരണയുള്ളയാളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെപ്പറ്റി ദീർഘകാലമായി പാർട്ടി രംഗത്ത് നിൽക്കുന്ന എന്നെപ്പറ്റി ഞാൻ പാർട്ടി നേതൃത്വത്തെ പരസ്യമായി വിമർശിക്കുന്നു എന്ന രൂപത്തിൽ ഒരു വാർത്ത കൊടുക്കുന്ന ആളുകൾ എത്ര വിവരമില്ലാത്തവരാണ്, വിവരമില്ലായ്മയെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചത് പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. പാർട്ടിയെ ചതിച്ച് വർഗീയവാദികളുടെ പാളയത്തിലേക്ക് പോയവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും കൈയടക്കി ആ സ്ഥാപനങ്ങളിലൂടെ ധനസമാഹരണം നടത്തി പാർട്ടിയെയും രാഷ്ട്രീയത്തെയും ആശയത്തെയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ടുള്ള പോസ്റ്റാണിത്. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ നിലപാടുകളും സംഘടനാ നിലപാടുകളും അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അംഗീകരിച്ചുകൊണ്ടാണ് ഞാനിപ്പോ ഈ രംഗത്ത് നിൽക്കുന്നത്. മാത്രമല്ല, ഞാൻ ഈ പാർട്ടിയിൽ നിങ്ങൾ നിങ്ങൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോയ ആളല്ല. പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്ന ഒരാളാണ് ഞാൻ. പാർട്ടിയും കേരള ഗവൺമെന്റ് ചുമതല ഏൽപ്പിച്ച ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിന്റെ ചെയർമാൻ പദവി വഹിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ്, ഇപ്പോഴും ഞാൻ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, PK ശശിയാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. PK ശശിയുമായി സംസാരിച്ച നിഖിൽ പ്രമേഷ് പാലക്കാട് ഒന്ന് ചേർന്നു. നിഖിൽ, PK ശശിയുടെ കൂടുതൽ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ അവകാശവാദം നമ്മുടെ അന്വേഷണത്തിൽ ശരിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്നലത്തെ പാട്ട് പൊളിച്ച് ഗാനമേള ടീമിലൊക്കെ കയറി ഇന്ന് പാടി തകർത്തുകൾ. ഇന്നലത്തെ PK ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ അത് ചിലർക്കുള്ള ഒളിയമ്പായി നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയതിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരുന്നില്ല. സത്യമായി അദ്ദേഹത്തിനുള്ള അതൃപ്തി വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് കരുതിയത്. അതിനെ തുടർന്നുള്ള പ്രതികരണം തേടിയപ്പോഴാണ് അദ്ദേഹം താൻ തൻ്റെ പാർട്ടിയല്ല വിമർശിച്ചത്, അതിനെ മറയാക്കിക്കൊണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില ആളുകളെയാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് PK ശശി പറയുന്നത്. അതിലേതെങ്കിലും ഒരു വ്യക്തിയോ അല്ല താൻ ഉദ്ദേശിച്ചത്. നേതൃത്വത്തെ വിമർശിക്കാൻ, അതായത് പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതൊരിക്കലും പുറത്ത് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലോ ആയിരിക്കില്ല. പാർട്ടി ഫോറങ്ങളിലാണ് ഞങ്ങൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: 2024 തന്നെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ കാലമാണ്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ചവർക്ക് നല്ല കാലമായിരുന്നു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കുമെന്നും ശശി പറയുന്നു. അതോടൊപ്പം തന്നെ മദ്യത്തിനും കഞ്ചാവിനുമെതിരെ ഘോരഘോരം പ്രസംഗിച്ചവരുടെ നല്ല കാലം കഴിയുന്നുവെന്നും കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് വരാനിരിക്കുന്നത് മോശം കാലമാണ് എന്നൊക്കെയായിരുന്നു PK ശശിയുടെ പോസ്റ്റ് വന്നിരുന്നത്. ഇത്